ഇന്ന് നമുക്കൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കിയാലോ. ആദ്യം നമ്മൾ സവോള കുനുകുനാന്ന് അരിഞ്ഞെടുക്കുക. എന്നിട്ട് സവോള നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവോള നല്ല ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി, പച്ചമുളക് തുടങ്ങിയ സാധനങ്ങളൊക്കെ പാടെ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അതും ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റുക. കളറിന് വേണ്ടിയിട്ട് ഒരല്പം കാശ്മീരി ചില്ലി പൗഡറും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റും നല്ല മണം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് കുറച്ച് ചിക്കൻ മസാല കൂടി നമുക്കതിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ ഇട്ട പൊടീൻ്റെയൊക്കെ പച്ചമണമൊക്കെ മാറി അതൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നല്ലൊരു സ്മെല്ല് കിട്ടും. ഇനി നമുക്കതിൽ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ മസാല നന്നായിട്ടൊരു ഗ്രേവി പരുവത്തിലാവുമ്പോൾ അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞങ്ങൾ കുട്ടികളാവുമ്പോൾ അച്ഛൻ നൈറ്റ് കഴിഞ്ഞ് വരുമ്പോൾ വെള്ളിയാഴ്ചകളിൽ നല്ല ബീഫ് വാങ്ങിക്കൊണ്ടുവരും. എന്നിട്ട് ഈ ബീഫ് വെച്ചിട്ട് കറി ഉണ്ടാക്കും. ബാക്കി വരുന്ന കറി വെച്ചിട്ട് അച്ഛൻ കപ്പയും കൂടി ഇട്ടിട്ട് ഇതുപോലെ കപ്പ ബിരിയാണി ഉണ്ടാക്കി തരും. എന്താ ടേസ്റ്റ് എന്നറിയോ. അപ്പോൾ ഈ കഥ പറയാൻ ഇവിടെ ഉണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, കപ്പ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ചിക്കനേക്കാളും ടേസ്റ്റ് ഉണ്ടാവുക ബീഫ് വെച്ച് ഉണ്ടാക്കിയാലാ. നമ്മളടുത്ത് ബീഫ് കിട്ടാത്തതുകൊണ്ട് നമ്മളിവിടെ ചിക്കൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് നമ്മളെ ചിക്കൻ അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കാം. ഈ ചിക്കൻ വേവണ നേരം കൊണ്ട് നമുക്ക് കപ്പ തോലൊഴിച്ചിട്ട് നന്നായിട്ട് കുക്കറിലിട്ടിട്ട് വേവിച്ച് വെക്കാം. നമ്മളെ ചിക്കൻ വെന്തിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കപ്പ ഇനി നമ്മൾ ചിക്കനിലേക്ക് നന്നായിട്ട് തട്ടിക്കൊടുത്ത് നന്നായിട്ട് ഉടച്ചെടുക്കാം. കപ്പ നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ. നമ്മളെ കപ്പ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ചിക്കനുമായിട്ട് നല്ലോണം യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയും പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെതറി കൊടുക്കാം. ഈ ഉള്ളി ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രസമാണ് കേട്ടോ. നമ്മളെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ പോയിട്ട് കഴിച്ചിട്ട് വരാം. ഓക്കെ, ബൈ.